ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് തൊടുപുഴ വരെ പോകാം കേട്ടോ. എനിക്ക് എംപ്ലോയ്മെൻറ്റിലൊക്കെ ഒന്ന് പോകണം, അതുപോലെ അക്ഷയയിലൊക്കെ പോകണമായിരുന്നു. അപ്പം ഞാനും ഏട്ടത്തിയും കൂടി ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ബസ്സിലൊക്കെ കയറി. എന്താ രസം എന്നറിയാമോ, ബസ്സിൽ നല്ല പാട്ടൊക്കെ കേട്ട് പോകാനായിട്ട്. അപ്പം ബസ്സിലൊക്കെ കയറി. അപ്പം നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എത്തി കേട്ടോ, തൊടുപുഴ എത്തി. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് നമ്മൾ പോകണത് കേട്ടോ എംപ്ലോയ്മെൻറ്റിലേക്ക്. അപ്പം നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നതാണ് ഓട്ടോ സ്റ്റാൻഡിലേക്ക്. അപ്പം നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ച് നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ എത്തി കേട്ടോ. എംപ്ലോയ്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചേച്ചി കുറേ പച്ചക്കറീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പാക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ഏട്ടത്തേക്ക് പിന്നെ അതൊക്കെ കണ്ടാൽ മേടിക്കണം. അവളൊരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു. വാഴയ്ക്കയും മത്തങ്ങയും പാവയ്ക്കയും എന്താണ്ടൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ ചെന്നു കേട്ടോ. എംപ്ലോയ്മെൻറ്റിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രജിസ്ട്രേഷനൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ തിരക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ എംപ്ലോയ്മെൻറ്റിലെ പരിപാടികളും സർട്ടിഫിക്കറ്റിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു ഫ്രൂട്ട് സലാഡും നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ബർഗറും പിന്നെ നമ്മുടെ എപ്പോഴത്തെയും ഉള്ളൊരു ഭക്ഷണമാണ് മുട്ട പപ്സ്. അപ്പോൾ പപ്സും മേടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ ബേക്കറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെ തന്നെയായിട്ട് ഒരു ചേട്ടൻ കുറേ വിത്തുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ വിൽക്കാനായിട്ട്. അപ്പം നമ്മൾ അവിടുന്ന് കുറേ നേരം നോക്കിയിട്ട് ഒരു 4-5 വിത്ത് നമ്മളും എടുത്തായിരുന്നു കേട്ടോ. പാവലിൻ്റെയും പയറിൻ്റെയും വെണ്ടയുടെയും അങ്ങനെ കുറച്ചൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് നമ്മുടെ തൊടുപുഴ പാർക്കിലേക്കാണേ. അപ്പോൾ തൊടുപുഴ പാർക്ക് പണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും പോകുമായിരുന്നു. ഞങ്ങളിങ്ങനെ എംപ്ലോയ്മെൻറ്റിലൊക്കെ വരുന്ന സമയത്ത് പാർക്കിലേക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അത് ഫ്രീ പാസ്സായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ 10 രൂപയൊക്കെ കൊടുത്താണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത്രയും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കളിക്കാനുള്ളതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികളൊന്നും തന്നെ അധികം ഇല്ലായിരുന്നു. കുറേ ഇങ്ങനെ ജോഡിയായിട്ടുള്ള കപ്പിൾസ് പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പാർക്കിലൊക്കെ കയറി ചുമ്മാ അതിലൂടെയൊക്കെ നടന്നു. അപ്പോൾ അവിടെ ഒരു ബോർഡിലൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചേക്കുന്നു, ജസ്റ്റ് വായിച്ചൊക്കെ നോക്കി കേട്ടോ. കുറേ നല്ല വിശാലമായിട്ട് കുറേ പാർക്കിൽ പണിയൊക്കെയാണെന്ന് തോന്നുന്നത് കേട്ടോ, വേറെ എക്യുപ്മെൻറ്റ്സൊക്കെ കൊണ്ടുവയ്ക്കാനൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ ഏട്ടത്തി അവിടുന്ന് ഒരു ബോളൊക്കെ എടുത്തിട്ട് ഇടാനൊക്കെ നോക്കി. അത് ഇട്ടത് നേരെ പോയത് കുളത്തിലേക്കാട്ടോ. ആ കുളത്തിൽ നിറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മീനൊക്കെ നോക്കി കുറേ നേരം നിന്ന്. നല്ല രസമായിട്ട് കാണാനും. ഈ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു പണ്ടൊന്നും. ഇപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ഇതായത് കേട്ടോ. പിന്നെ ആ ബോൾ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അവിടുത്തെ ആ സെക്യൂരിറ്റി എങ്ങനെ കണ്ടാൽ നമ്മളെ വഴക്കൊക്കെ പറയും. കാരണം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടോ അത് വെച്ചേക്കുന്നത്. പിന്നെ അവിടുത്തെ ഊഞ്ഞാലൊക്കെ ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയേക്കാന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ കയറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിലൂടെയൊക്കെ കുറേ നേരമൊക്കെ നടക്കുകയൊക്കെ ചെയ്തേ. നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും ഒരു ദിവസം പോകുന്നതേ അറിയില്ല. കുറേ നേരം നമ്മളവിടെ സ്പെൻഡൊക്കെ ചെയ്തു. അപ്പം ഇവിടെയും പുതിയതായിട്ട് എന്തോ ഇങ്ങനെ കുളങ്ങളൊക്കെ പണിയാനായിട്ട് ഇങ്ങോട്ട് വെച്ചേക്കുന്നത് കേട്ടോ. പക്ഷെ അതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തോന്നുന്നു ആടും മുയലിനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, മാനിനെയും അങ്ങനെയൊക്കെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം നല്ല ചെളി പിടിച്ചിരിപ്പുണ്ട്. പക്ഷെ അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നതായിട്ടും ചൂണ്ടിയിടുന്നതായിട്ടൊക്കെ നല്ല രീതിയിലായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇത് പുഴയുടെ ഒരു സൈഡ് വശം കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ പാലും അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയിലോടുന്ന പുഴ. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാർക്കിൽ വന്നിരിക്കുമ്പോൾ ഈ പുഴയുടെ സൈഡിലിരിക്കുന്നതാണ് ഏറ്റവും സുഖം കേട്ടോ. കാരണം ആ കളിപ്പാട്ടങ്ങളിലൊന്നും കയറുന്നതിനേക്കാളും നല്ലൊരു ഇതാണ് ഇവിടെ ഈ പുഴയുടെ ഈ ഭാഗത്ത് വന്നിരിക്കാനായിട്ട്. അത് ഇച്ചിരി വെയിലൊക്കെ കുറവുള്ള സമയത്ത് വേണം വന്നിരിക്കാനായിട്ട്. നല്ല രസം കേട്ടോ, നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ. ഞങ്ങൾ കുറേ നേരം ആ പുഴയുടെ വീഡിയോസും പിന്നെ നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. അടിയൊഴുക്ക് നന്നായിട്ടുണ്ടെന്ന് നമുക്ക് മുകളിൽ നിന്ന് നോക്കുന്നതേ അറിയാൻ പറ്റും. പിന്നെ അവിടെ വേറെയും കുറേ എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട് പാർക്കിൽ തന്നെ. ഇതെന്തിനാപ്പം എനിക്ക് മനസ്സിലായൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ വർക്കൗട്ടിൻ്റെ വല്ലതും ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നതായിട്ട് കേട്ടോ, അതൊരു ശില്പമാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി അതൊരു വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ അതാണ് ഞാൻ സൂം ചെയ്തത്. പിന്നെ അവിടെ ഒരു മുയൽക്കുട്ടനൊക്കെ വിളിച്ചിരിപ്പുണ്ടായിരുന്നു. അതുപോലെ കുറേ മുയൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി ബസ്സിലൊക്കെ കയറി പാട്ടൊക്കെ കേട്ട് പോവാണ് കേട്ടോ. നല്ല രസമാണ് ഉച്ച സമയത്ത് പാട്ടൊക്കെ കേട്ട് ബസ്സിലിരിക്കാനായിട്ട്. ഞങ്ങൾ കയറുന്നതേ പ്രാർത്ഥിക്കും, അയ്യോ ദൈവമേ ബസ്സിലൊന്ന് പാട്ടുണ്ടായിരിക്കണേ എന്നൊക്കെ. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ വിളിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.